രോഹിണി, ശബരിമലയിൽ ഇപ്പോൾ ഗുരുതി ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചടങ്ങുകൾ പൂർത്തിയാക്കി തീർത്ഥാടകർ ആ ഒരു ഗുരുതിക്കളത്തിലേക്ക് കയറി അതിനെ കണ്ടു തൊഴുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെയുള്ള ഭക്തജനത്തിരക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9 മണിക്ക് ശബരിമല ക്ഷേത്രനട ഹരിവരാസനം പാടി അടച്ചതിന് ശേഷമാണ് മാളികപ്പുറത്തിന് സമീപം മണിമണ്ഡപത്തിന് സമീപം തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക തറയിൽ ഗുരുതി ചടങ്ങുകൾ നടന്നത്. റാന്നി കുന്നക്കാട്ട് തറവാടുകാർക്കാണ് ഈ ചടങ്ങുകൾ നടത്തുവാനായിട്ട് പാരമ്പര്യമായിട്ട് അവകാശമുണ്ടായിരുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏകദേശം അരമണിക്കൂറോളം ഈ ചടങ്ങുകൾ നീണ്ടു നിന്നു. പ്രധാനമായിട്ടും പന്തങ്ങൾ കത്തിച്ച് ഈ വനദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് ഗുരുതി പൂജ എന്ന് പറയുന്നത്. പന്തങ്ങൾ കത്തിച്ച് കുമ്പളങ്ങ മുറിച്ച് രക്തം അല്ലെങ്കിൽ ആ ചുവപ്പ് നിറത്തിലുള്ള നിണമൊഴുക്കിക്കൊണ്ടാണ് ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. എന്തായാലും ആചാരപരമായിട്ടുള്ള ആ ചടങ്ങുകൾ അതിൻ്റെ ശുഭപര്യവസാനമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ഗുരുതി ചടങ്ങുകൾ പൂർത്തിയായതോടുകൂടി ശബരിമലയിൽ മകരവിളക്ക് പൂജകൾക്ക് കൂടിയിട്ടാണ് പരിസമാപനമാകുന്നത്. ഇനി നാളെ രാവിലെ ക്ഷേത്രനട വീണ്ടും തുറക്കും. നാളെ രാവിലെ പക്ഷേ ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. ഭക്തർക്കോ മേൽശാന്തിക്കോ തന്ത്രിക്കോ പോലും ശ്രീകോവിലിൻ്റെ ഭാഗത്തേക്ക് നാളെ രാവിലെ ആ പ്രത്യേക സമയത്ത് പ്രവേശനം ഉണ്ടാവുകയില്ല. ആ സമയത്ത് രാജപ്രതിനിധി മാത്രമായിരിക്കും ശബരീശ്വരെ ദർശിക്കുന്നുണ്ടാവുക. അച്ഛനും മകനും മാത്രമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ആ ഒരു വൈകാരികമായിട്ടുള്ള ചടങ്ങാണ്, ആചാരമാണ് നാളെ രാവിലെ നടക്കാനായിട്ടിരിക്കുന്നത്. അതിനുശേഷം രാജപ്രതിനിധി തൊഴുതു മടങ്ങുന്നതോടുകൂടി ശബരിമല ക്ഷേത്രനട അടയ്ക്കും. അയ്യപ്പൻ വീണ്ടും യോഗസമാധിയിലേക്ക് യോഗനിദ്രയിലേക്ക് മടങ്ങിപ്പോകും. ഭസ്മവിഭൂഷിതനായിട്ട് അയ്യപ്പ വിഗ്രഹം മാറ്റിയതിനു ശേഷം ക്ഷേത്രനട അടയ്ക്കും. അതിനുശേഷം കുംഭമാസ പൂജകൾക്കായിട്ട് അടുത്ത മാസം 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി ആയിരിക്കും ശബരിമല ക്ഷേത്രനട വീണ്ടും തുറക്കുന്നുണ്ടാവുക. എന്തായാലും നാളെ മറ്റ് പ്രത്യേക പൂജകളൊന്നും തന്നെ ശബരിമലയിൽ ഉണ്ടാവുകയില്ല. രാവിലത്തെ ആ ഒരു രാജപ്രതിനിധി തൊഴുതു മടങ്ങുന്ന ചടങ്ങ് മാത്രമാണ് ഉണ്ടാവുക. ഇന്ന് രാത്രി തന്നെ ഇവിടെയുള്ള മുഴുവൻ ഭക്തരെയും മലയിറക്കും. ഇവിടെ സന്നിധാനത്ത് ഇന്ന് തങ്ങുവാനായിട്ട് തീർത്ഥാടകർക്ക് അനുവാദം നൽകിയിട്ടില്ല. ദിവസങ്ങളായിട്ട് ഈ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിരുന്നവരാണ് പല തീർത്ഥാടകരും. ബഹുഭൂരിപക്ഷം തീർത്ഥാടകരും അവർ ദിവസങ്ങളായിട്ട് ഇവിടെ വിരിവെച്ച് കാത്തിരിക്കുകയായിരുന്നു ചടങ്ങുകൾ. എന്തായാലും ആ ചടങ്ങുകളൊക്കെ കണ്ണിറയെ കണ്ടു തൊഴുതു തന്നെയാണ് തീർത്ഥാടകർ മലയിറങ്ങാനായിട്ട് പോകുന്നത്. ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയായി ആചാരനിബിഡമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ശബരിമല ക്ഷേത്രനട അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മണ്ഡല മകരവിളക്ക് കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നാളെ രാവിലെ രാജപ്രതിനിധി തൊഴുതു മടങ്ങുന്നതോടൊപ്പം അദ്ദേഹം കൊണ്ടുവന്ന പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണങ്ങളും മടക്കിക്കൊണ്ടുപോകും. തിരുവാഭരണങ്ങൾ 3 പേടകങ്ങളിലാക്കി തിരുവാഭരണ പാതയിലൂടെ കാൽനടയായിട്ടാണ്, ഘോഷയാത്രയായിട്ടാണ് പന്തളത്ത് നിന്നും പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്തായാലും തിരികെയും അതുപോലെ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ വക്താവ് ശങ്കുറ്റി ദാസ് ശരിയാണ്. ശങ്കുചേട്ടാ നമസ്കാരം, സ്വാമി ശരണം. ഈ സമയത്ത് ഇവിടെ എത്തി ഈ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ വലിയൊരു അനുഭവമായിരുന്നു. തവണ ഗുരുതി കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി 2 ദിവസം നേരത്തെയാണ് വന്നത്. ഞാൻ 17-ാം തീയതി രാത്രിയോടുകൂടി തിരിച്ചു. ഇത്തവണ ഗുരുതി മുഴുവനായിട്ട് കാണാൻ സാധിച്ചു. അമ്മയുടെ അനുഗ്രഹം, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം, വലിയ സന്തോഷം. എല്ലാ വർഷവും ഈ ചടങ്ങുകളൊക്കെ കണ്ടുവരാൻ എത്താറുള്ളതാണോ? ഞാനിത് 3-ാമത്തെ തവണയാണ് ഗുരുതിക്ക് വരുന്നത്. എല്ലാ വർഷവും മലയ്ക്ക് വരാറുണ്ട്, പക്ഷേ ഗുരുതി കാണാനായിട്ട് കഴിഞ്ഞ 2 തവണയായിട്ട് തുടർച്ചയായിട്ട് വരാറുണ്ട്. ഇത് 3-ാമത്തെ വട്ടമാണ്. ശബരിമലയ്ക്ക് മാത്രമുള്ള പ്രത്യേകതരം ആചാരങ്ങളാണ് ഈ മകരവിളക്കിന് ശേഷമുള്ള എഴുന്നള്ളിപ്പ്, ഗുരുതി അടക്കമുള്ള ചടങ്ങുകൾ. അതൊക്കെ നമ്മുടെ പണ്ടതൊക്കെ വളരെ ഗോപ്യായിരുന്നു, വളരെ രഹസ്യ സ്വഭാവമുള്ളതായിരുന്നു. അതുകൊണ്ട് വളരെ ആളുകൾ കുറവായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയും ചാനലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഗുരുതിക്ക് എനിക്ക് തോന്നുന്നു ആളുകൾ വളരെ കൂടുതലാണ്. കാരണം ഇത്രയൊന്നും ആളുകൾ ഉണ്ടാവാറില്ല. പക്ഷേ കൂടുതൽ നല്ല കാര്യമാണല്ലോ, കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, കൂടുതൽ ആളുകൾക്ക് കൂടി അതിൻ്റെ അനുഭവം ഉണ്ടാവുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി ചേട്ടാ, സ്വാമി ശരണം. ഏതായാലും ശങ്കുറ്റിദാസ് അദ്ദേഹം അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ ഗുരുതി ചടങ്ങുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ആ ഒരു പാരമ്പര്യത്തിൽ, ഭക്തിയുടെ പാരമ്പര്യത്തിൽ ആ ചടങ്ങുകളൊക്കെ ആചാരപരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അയ്യപ്പൻ യോഗസമാധിയിലേക്ക് പോവുകയാണ്. അതിന് നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ പുലർച്ചെ 5:30 മണിയോടുകൂടി രാജപ്രതിനിധി തൊഴാനായിട്ട് ക്ഷേത്ര ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തും. അതിനുശേഷം 6:30 മണിയോടുകൂടി അദ്ദേഹം തൊഴുത് പടിയിറങ്ങുന്നതോടുകൂടി ക്ഷേത്രനട അടയ്ക്കും. അതോടുകൂടി മണ്ഡല മകരവിളക്ക് കാലത്തിന് പരിസമാപ്തി ാവുകയാണ്. തിരികെ തിരുവാഭരണങ്ങൾ അതേ പേടകങ്ങളിലാക്കിക്കൊണ്ട് കാൽനടയായിട്ട് തന്നെ തിരികെ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. ഒപ്പം മകരവിളക്കിന് അയ്യപ്പന് ചാർത്തിയിട്ടുള്ള ആ തിരുവാഭരണങ്ങൾ തിരികെ പോകുന്ന വഴി പന്തളം കക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിലും ചാർത്തുന്നുണ്ടാകും. 21-ാം തീയതി അവിടെ 12:30 മണി മുതൽ രാത്രി 2 മണി വരെയുള്ള സമയത്ത് പെരുന്നാട് ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് അവിടുത്തെ അയ്യപ്പനെ കണ്ട് തീർത്ഥാടകർക്ക് തൊഴുവാനായിട്ട് അവസരമുണ്ട്. 22-ാം തീയതി ആറന്മുള കൊട്ടാരത്തിലും തിരുവാഭരണ പേടകങ്ങൾ തുറന്ന് തീർത്ഥാടകർ
തീർത്ഥാടകർക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. 23-ാം തീയതി പന്തളം ത്രാമ്പിക്കൽ കൊട്ടാരത്തിൽ ഈ തിരുവാഭരണങ്ങൾ തിരികെ എത്തിക്കും. രാജകീയമായിട്ടുള്ള സ്വീകരണം പന്തളം കൊട്ടാരം ആ സമയം തിരുവാഭരണങ്ങൾക്ക് നൽകും, തിരുവാഭരണ പേടകങ്ങൾക്ക് നൽകും, രാജപ്രതിനിധിക്ക് നൽകും. അതിനുശേഷം പന്തളം ത്രാമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലേക്ക് തിരുവാഭരണ പേടകങ്ങൾ തിരുവാഭരണം മാറ്റുകയും ചെയ്യുന്നുണ്ടാകും. തുടർന്ന് അടുത്ത ഉത്രം ഉത്സവത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നീട് തിരുവാഭരണങ്ങൾ പുറത്തെടുക്കുന്നുണ്ടാവുക. അങ്ങനെ ശബരിമലയിലെ ആ ഒരു വർഷം നീണ്ട ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ അതിൻ്റെ പര്യവസാനത്തിലേക്ക്, ശുഭപര്യവസാനത്തിലേക്ക് എന്തായാലും കടക്കുകയാണ്. ഇനി കാനനം നിദ്രയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, അയ്യപ്പൻ യോഗനിദ്രയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രോഹിണി. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകി.